ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഹൃദയം ജ്വലിച്ചു എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനം 39 അധ്യായം 3 വാക്യം. എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, അപ്പോൾ ഞാൻ എൻ്റെ നാവ് കൊണ്ട് സംസാരിച്ചു. ധ്യാനമാണ് നമ്മുടെ ഹൃദയത്തിലെ വിശുദ്ധ തീയെ ജ്വലിപ്പിക്കുന്നത്. ഇസഹാക്ക് ധ്യാനശീലനായ ഒരു മനുഷ്യനായിരുന്നു. വൈകുന്നേരത്തിന്റെ നിശബ്ദതയിൽ അവൻ കർത്താവിനെയും അവന്റെ വാഗ്ദാനങ്ങളെയും കുറിച്ച് ധ്യാനിക്കാൻ സമയം കണ്ടെത്തുമായിരുന്നു. അദ്ദേഹത്തിന് ശേഷം ദാവീദ് ധ്യാനത്തിലെ ഏറ്റവും വലിയ മനുഷ്യനായിരുന്നു. അദ്ദേഹം എഴുതുന്നു, അവന്റെ ആനന്ദം കർത്താവിന്റെ ന്യായപ്രമാണത്തിലാണ്, അവന്റെ ന്യായപ്രമാണത്തിൽ അവൻ രാവും പകലും ധ്യാനിക്കുന്നു എന്ന്. ഇത് 1 സങ്കീർത്തനം 2 വാക്യത്തിൽ കാണാൻ കഴിയുന്നു. എല്ലാത്തരം ധ്യാനത്തിലും ഏറ്റവും വലിയത് ക്രിസ്തുവിന്റെ ക്രൂശിൽ ധ്യാനിക്കുന്നതാണ്. ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന യേശുവിനെ നിങ്ങൾ എത്രത്തോളം ധ്യാനിക്കുന്തോറും നിങ്ങളുടെ ഹൃദയം നിങ്ങളിൽ ജ്വലിക്കും, ദൈവസ്നേഹം നിങ്ങളിൽ നിറഞ്ഞൊഴുകും. കർത്താവ് ശക്തമായി ഉപയോഗിച്ച ഒരു ദേവദാസൻ ഒരിക്കൽ പറഞ്ഞു, ഞാൻ ദൈവം മുൻപാകെ മുട്ടുകുത്തി നിൽക്കുമ്പോൾ ഞാൻ പലപ്പോഴും 3-4 ദിവസം പ്രാർത്ഥനയിൽ തുടരുന്നു. ഞാൻ മുട്ടുകുത്തുമ്പോഴെല്ലാം അവന്റെ മുള്ളുള്ള കിരീടം ധരിച്ച തല ഞാൻ കാണുന്നു. ഓരോ മുറിവിനെയും എണ്ണി ഞാൻ പറയും, അത് എനിക്കായിരുന്നു എന്ന്. കണ്ണുനീരൊഴുകുന്നു. ദൈവസ്നേഹം എൻ്റെ ഹൃദയത്തെ തീ പോലെ ജ്വലിപ്പിക്കുന്നു. കൃപയുടെ ആത്മാവ് എൻ്റെ മേൽ ചൊരിയപ്പെടുന്നു. മണിക്കൂറുകളോളം പ്രാർത്ഥിക്കാൻ എനിക്ക് ശക്തി ലഭിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ചിന്തകൾ കാൽവറിയിൽ മനഃപൂർവ്വം ഉറപ്പിക്കുക. എല്ലാ പാപചിന്തകളെയും ശുദ്ധീകരിക്കുന്ന യേശുവിന്റെ രക്തത്തിൽ ധ്യാനിക്കുക. അവന്റെ നാമങ്ങളെയും ഗുണങ്ങളെയും ദൈവിക സ്വഭാവത്തെയും ധ്യാനിക്കുക. അവൻ ചെയ്ത എല്ലാ അത്ഭുതങ്ങളെയും കുറിച്ച് ധ്യാനിക്കുക. അവന്റെ ശക്തമായ വാക്കുകളെയും വാഗ്ദാനങ്ങളെയും കുറിച്ച് ധ്യാനിക്കുക. ദാവീദ് പറയുന്നു, അവനെക്കുറിച്ചുള്ള എൻ്റെ ധ്യാനം മധുരമായിരിക്കും, ഞാൻ കർത്താവിൽ സന്തോഷിക്കും. ഇത് സങ്കീർത്തനം 104 അധ്യായം 34 വാക്യത്തിൽ കാണപ്പെടുന്നു. അതെ, കർത്താവിനെ ധ്യാനിക്കുന്നതിൽ ഒരു അതുല്യമായ മാധുര്യമുണ്ട്. അവന്റെ നന്മയും അവൻ നിങ്ങളെ നയിച്ച പാതയും നിങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷമുയരും. നിങ്ങൾ ധ്യാനിക്കുന്നത് തുടരുമ്പോൾ സ്വർഗത്തിലെ അഗ്നി ഇറങ്ങും. ആരാധന സ്വയമേ ഉയരും. ആത്മാവിലും സത്യത്തിലും അവനെ ആരാധിക്കാൻ നിങ്ങൾ പ്രേരിതരാകും. ഓരോ മണിക്കൂറും സ്തുതിക്ക് അനുയോജ്യമാണ്. എന്നാൽ ദിവസത്തിലെ ചില സമയങ്ങൾ കൂടുതൽ വിലപ്പെട്ടതാണ്. ദൈവത്തിന് 1 സ്ഥാനം നൽകാനും അവനെ ധ്യാനിക്കാനും ഏറ്റവും നല്ല സമയം അതിരാവിലെയാണ്. ജോലിയുടെ മധ്യത്തിൽ പോലും ഉച്ചയ്ക്ക് അവനെ ഓർക്കാനും ബഹുമാനിക്കാനും ഒരു അത്ഭുതകരമായ സമയമാണ്. വൈകുന്നേരം ഒരു ശാന്തമായ സ്ഥലം കണ്ടെത്താനും അവന്റെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കാനും അനുയോജ്യമാണ്. രാത്രിയും അവനെ ധ്യാനിക്കാൻ ഒരു അനുഗ്രഹീത സമയമാണ്. ധ്യാനത്തിൽ നിങ്ങളുടെ ഹൃദയം വെക്കുക. ദൈവം അതിനെ വിശുദ്ധ തീ കൊണ്ട് നിറയ്ക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനം 63 അധ്യായം 5 വാക്യം. എൻ്റെ കിടക്കയിൽ ഞാൻ നിന്നെ ഓർക്കുമ്പോൾ രാത്രിയാമങ്ങളിൽ ഞാൻ നിന്നെ ധ്യാനിക്കുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ഉൽപ്പത്തി പുസ്തകം 36, 37, 38 അധ്യായങ്ങൾ. വൈകുന്നേരം മത്തായി സുവിശേഷം 10 അധ്യായം 21 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.